ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NUSART സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. അപ്പോൾ 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബേസിക് സയൻസിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് 2 ടെക്സ്റ്റും. അപ്പം കാണാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. കുറച്ച് ജീവികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. ഓക്കെ, വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? എങ്ങനെയൊക്കെയാണ്? തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്നും സംരക്ഷണം തരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയെന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് ചിത്രം കൊടുത്തിരിക്കുന്നു. എന്തെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? എന്തൊക്കെയാണ് നോക്കിയേ. മരപുരിയുണ്ട്, ഇലകളുണ്ട്, മൃഗങ്ങളുടെ തോലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ആദിമ മനുഷ്യർ വസ്ത്രം ഉപയോഗിച്ചിരുന്നത്, അല്ലേ? വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോലുകൾ അഥവാ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. ഓക്കെ, എന്താണ് കൽസൂചി? പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? കൽസൂചിയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. ഇനി നെയ്ത്ത് വിദ്യയിലേക്ക് പോയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. അപ്പം എന്താണ് നെയ്ത്ത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുണ്ടാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്തെന്ന് പറയുന്നത്? നെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി സിന്ധു നദീതടത്തിലെ വസ്ത്രം എന്താണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളിയും വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പം സിന്ധു നദീതട തീരത്ത് നിന്ന് കിട്ടിയ പ്രതിമകൾ അവരുടെ അന്നത്തെ ആ ജനതയുടെ വസ്ത്രനിർമ്മാണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നു. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ഇപ്പം കാലങ്ങൾ കഴിയുന്തോറും ടെക്നോളജി വികസിച്ചുകൊണ്ടിരുന്നു, അല്ലേ? ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ചിരുന്ന നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. ഓക്കെ, മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാകാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. അപ്പം ഇതിൻ്റെ എവല്യൂഷൻ ഇങ്ങനെ പറഞ്ഞു വരുവാണ്. ഓക്കെ, കുട്ടികൾക്കൊരു കഥയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണത്തിന് മുന്നേറ്റമുണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഇൻഡിഗോ, നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഇപ്പം നൂൽപ്പ് യന്ത്രവും കൈത്തറിയുടെ പിക്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പരുത്തി ലോകത്ത് വ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇനി ചണം നോക്കിയേ. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ്. എവിടാണ്? ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. ഇനി നീലം ചെടിയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ.
അപ്പം ഒരു 5ാം ക്ലാസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു മൈൻഡ് സെറ്റിൽ കേട്ടങ്ങ് പോയാൽ മതി. നമുക്കതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അത് വേണമെങ്കിൽ ചോദിക്കാം. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. ഇതാണ് കണ്ണൂരുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഇനി ഇതായി സ്പിന്നിങ് ജെന്നിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജെയിംസ് ഹാൻഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. അത് വേണമെങ്കിൽ ചോദിക്കാം. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാൻഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അപ്പം കൈത്തറി മാറി എന്ത് വന്നു? യന്ത്രത്തറി വന്നു. അവിടെ മനുഷ്യൻ്റെ പ്രയത്നം കുറച്ചും കൂടെ ഈസിയാക്കി കൊടുത്തു. ഇനി യന്ത്രത്തറി അഥവാ പവർ ലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. അത് വേണമെങ്കിൽ ചോദിക്കാം. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നീ കറണ്ട് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനർജി സോഴ്സ് വേണം യന്ത്രത്തറി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. ഓക്കെ, അപ്പം യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാൻഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെന്നി ജെയിംസ്. ഓക്കെ, യന്ത്രത്തറി പവർ ലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഓക്കെ, യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യർ എന്ത് ചെയ്തു? വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് വിറ്റഴിച്ചു. ഇവിടെ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് തന്നെ വിറ്റഴിച്ചു. ഇനി യൂറോപ്പിയരെ കുറിച്ചൊരു കട്ടിങ് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീന നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിയിച്ചു. അപ്പം കൂടുതൽ ന്യൂ ടെക്നോളജീസ് ഇൻവെൻറ്റ് ചെയ്യാൻ കാരണമായി. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠമായതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വിട്ടു പോയാൽ മതി. അവിടെ ഇവിടെയൊക്കെ 1-2 പേരും വർഷമൊക്കെ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ നോക്കിയേ. എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. അപ്പം എന്തൊക്കെ ഉപയോഗിക്കുന്നു? പ്രകൃതിദത്ത നാരുകളും ഉപയോഗിക്കുന്നു, കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ഓക്കെ, സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. അപ്പം കൃത്രിമ നാരുകൾക്ക് എക്സാമ്പിൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? പോളിസ്റ്റർ, നൈലോൺ. ഓക്കെ, ഇനി പ്രകൃതിദത്ത നാരുകൾ, കൃത്രിമ നാരുകൾ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുവാണേ. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു. സസ്യങ്ങളിൽ നിന്ന് ഏതാണ്? പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തിനാരും ചണനാരും നിർമ്മിക്കുന്നു. ഓക്കെ, ഇനി കൃത്രിമ നാരുകളാണെങ്കിലോ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന കൃത്രിമ നാരുകൾക്ക്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. ഓക്കെ, അത് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് താഴെ.
ഇനി വസ്ത്രങ്ങളിലും വൈവിധ്യം. വ്യത്യസ്ത കാലാവസ്ഥകളിൽ അനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത്. കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസം വരുന്നത്? ആണോ? നോക്കിയേ, ആണോ? കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. എന്തൊക്കെ സ്വാധീനിക്കുന്നുണ്ട്? കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും. ഓക്കെ, അടുത്തത്, ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യമുള്ള സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല ഏതാണ്? കലാരംഗമാണ്. വർണ്ണവൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ കാണാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ്. ഓക്കെ, കണ്ടോ, പല പല കലാരൂപങ്ങൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും ഒരു കട്ടിങ് കൊടുത്തിരിക്കുവാണേ. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് എന്താണ്? ഇതാണ്ട് ഈ തന്നിരിക്കുന്ന വിളംബരം. ഓക്കെ, ഏതാണ്? ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ? മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിലെ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. നോക്കി, തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. എന്താണ്? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നെ മധ്യ കേരളത്തിലെ ചെറിയൊരു പാർട്ടും തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. എന്നാണ്? നവംബർ 1 അല്ലേ? 1956 നവംബർ 1. അപ്പം കേരള സംസ്ഥാനം രൂപീകൃതമായതോടുകൂടി ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി. ഓക്കെ, തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു? 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ. ഓക്കെ, ഏതൊക്കെ ചേർന്നതായിരുന്നു തിരുവിതാംകൂർ? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മേൽമുണ്ട് സമരത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഏതാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ, അപ്പം അങ്ങനെ വേണമെങ്കിൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് എന്നൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇട്ട് നമുക്ക് തരാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഓക്കെ, എന്നായിരുന്നു മേൽമുണ്ട് സമരം നടന്നിരുന്നത്? 1822 ഒന്നാം ചാന്നാർ കലാപം എന്ന പേരിൽ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ ആദ്യമേ ഒരു മേൽമുണ്ട് സമരം നടന്നിരുന്നു. ഒന്നാം ചാന്നാർ കലാപം എന്ന പേരിൽ. അത് ഈ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെ ആയിരുന്നു. ഓക്കെ, എന്നിട്ട് എന്നാണ് ഇത് ധരിക്കാനുള്ള അവകാശം കിട്ടിയതെന്നായിരുന്നു? 1859 ജൂലൈ 26 ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഈ മേൽമുണ്ട് സമരം വീണ്ടും രണ്ടാം ചാന്നാർ കലാപം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് മേൽമുണ്ട് സമരം നടക്കുകയും സ്ത്രീകൾക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടിയത്. ഓക്കെ, ആരുടെ കാലത്തിലായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്രം തിരുനാളിൻ്റെ കാലത്തിലായിരുന്നു. ഓക്കെ, ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. ഡേറ്റ് എന്നാണ്? 1856 ജൂലൈ 26. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിന് ആദ്യം നേതൃത്വം കൊടുത്തതാരായിരുന്നു? വൈകുണ്ഠസ്വാമികളായിരുന്നു. 1822 ഒന്നാം ചാന്നാർ കലാപം നടന്നിരുന്നത്. ഓക്കെ, ഇത് കിട്ടിയതെന്നാണ്? ഈ അവകാശം കിട്ടിയത് 1859 ജൂലൈ 26. ഓക്കെ, അടുത്തത്, വസ്ത്രം ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ
നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഓക്കെ, ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നു. ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം രണ്ടും കൊടുത്തിട്ടുണ്ട്. വസ്ത്രത്തിൻ്റെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. എന്തിൻ്റെ പ്രതീകമായി മാറി? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദിത്തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഓക്കെ, ഇനി സ്വദേശി പ്രസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7, ഡേറ്റ് ഇമ്പോർട്ടൻ്റ്, 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഓക്കെ, ഓഗസ്റ്റ് 7-ന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്? കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് 7, അല്ലേ? കൈത്തറി ദിനം. ഓക്കെ, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്താണ്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 7 എന്തായിട്ടും കൂടെ ആചരിക്കുന്നുണ്ട്. ദേശീയ കൈത്തറി ദിനമായി 2015 മുതലാണ് ആചരിക്കുന്നത്. ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് വീണ്ടും. ഖാദി പ്രസ്ഥാനം എന്നാണ് ആരംഭിച്ചത്? 1918-ലാണ്. 1918-ലാണ് ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഓക്കെ, ഇനി വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ, ന്യൂ ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ മുൻഗണനയും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയുണ്ട്? നൂൽനൂൽപ്പ്, നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ഛായാമുക്കൽ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി പാഴാക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കുട്ടികളടുത്ത് ചോദിക്കുകയാണ്. കുറേ വസ്ത്രങ്ങൾ, അപ്പം അത് റീയൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതേപോലുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ റീയൂസ് ചെയ്ത് ഉണ്ടാക്കാം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്തിട്ടിരുന്ന് വായിക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ SCRT ക്ലാസ്സസിന് പുറമെ PYQ ഡിസ്കഷൻസ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് 2025 നടത്തിലെ PYQ ഡിസ്കഷൻസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു 10-20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. Okay, thank you all.